ഈ ദുനിയാവിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. സാമ്പത്തികമായി ഞെരുക്കം, വലിയ സമ്പത്തൊന്നുമില്ല, വളരെ ചെറിയ രീതിക്ക് കാര്യങ്ങൾ നടന്നു പോകുന്നു. നമ്മുടെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ അൽഹംദുലില്ലാ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അള്ളാഹു നമുക്കത് നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികമാകട്ടുള്ള എല്ലാ പരാധീനതകളും കഷ്ടപ്പാടുകളും അള്ളാഹു നമുക്ക് മാറ്റി നൽകുമാറാവട്ടെ. മുൻകാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതൊക്കെ സമ്പന്നതയാണ്. ഒരു 30-40 കൊല്ലം മുമ്പ് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? ഇന്ന് വീടുള്ളവർക്ക് അന്ന് വീടുണ്ടായിരുന്നോ ചിന്തിക്കും. ഇന്ന് ഭൂസ്വത്തുള്ളവർക്ക് അന്ന് സ്വത്തുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കച്ചവട സമുച്ചയങ്ങളുണ്ട്, കടമുറികളുണ്ട് സ്വന്തമായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. മുമ്പ് അതുണ്ടായിരുന്നോ? ഒരു 30-40 കൊല്ലം മുമ്പ് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? ഇന്ന് അൽഹംദുലില്ലാ ഒരു ചെറിയൊരു പെരയുണ്ട്. ചെറിയ രീതിക്ക് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, അല്ലലില്ലാതെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. വലിയ നിക്ഷേപമൊന്നും സാമ്പത്തികമായിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാ പ്രയാസങ്ങളും മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് നമുക്ക് പണ്ട് നൽകിയതിനേക്കാൾ കൂടുതലാണ് ഇപ്പോഴും ഉള്ളത്, ഒരിക്കലും കുറവല്ല. അത് മനസ്സിലാക്കാം. നമ്മൾ എപ്പോഴും നോക്കുന്നത് ആരെയാണ്? നമ്മളെക്കാൾ ഉന്നതിയിലുള്ള പണക്കാരെ നോക്കാൻ. അതുകൊണ്ടാണ് നമുക്ക് നൽകിയത് കുറവായിട്ട് തോന്നിയത്. നമ്മൾ നമ്മുടെ പഴയ കാലം ഒന്ന് ചിന്തിക്കണം. 30 കൊല്ലം മുമ്പ് ഒന്നുമില്ലാത്തതിൽ നിന്നാണ് ഇത്രയും എത്തിയത് എന്ന് ചിന്തിച്ചാൽ അൽഹംദുലില്ലാ സുജൂദിൽ നിന്ന് തല ഉയർത്തില്ല സഹോദരങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.